ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 17ാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് കറൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് കറൻറ്റ്. അപ്പോൾ എന്താണ് നമുക്ക് ഇലക്ട്രിക് കറൻറ്റ് എന്ന് നോക്കാം. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ ഫ്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് ഡിനോട്ട് ചെയ്യണത് ഐ എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ്. ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ്. I is equal to Q/T. അതായത് ഇത്ര ടൈമിൽ എത്ര ചാർജ് പാസ് ചെയ്തു അല്ലെങ്കിൽ എത്ര ചാർജ് പ്രവഹിച്ചു, അതിനെയാണ് എന്ത് പറയുക, ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്. I is equal to Q/T. ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപെയർ ആണ്. ക്യാപിറ്റൽ എ എന്നാണ് ഡിനോട്ട് ചെയ്യുക, ആംപെയർ ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു ലോ പഠിക്കാനുണ്ട്. ഇതിൽ 2-3 ലോയാണ് നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഡയറക്റ്റ് ലോ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കണക്കുകൾ പോലെയായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഓംസ് ലോ. ഓം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ലോയ്ക്ക് ഓംസ് ലോ എന്ന് പേര് വന്നുള്ളത്. അപ്പോൾ എന്താണ്, നമുക്ക് ഓംസ് ലോ എന്ന് നോക്കാം. The electric current through a conductor is directly proportional to the potential difference across it. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കറൻറ്റിൻ്റെ ഇലക്ട്രിക് കറൻറ്റ് അത് കൂടുമ്പോൾ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ ഇലക്ട്രിക് കറൻറ്റും കൂടും. അതായത് അവർ രണ്ടുപേരും എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനെയാണ് എന്ത് പറയുക, ഓംസ് ലോ. അങ്ങനെയാണ് ഓംസ് ലോ പറയുന്നത്. വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഐ. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറൻറ്റ്. അപ്പോൾ ഇനി അതിനെ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് വി ഈസ് ഈക്വൽ ടു ആർ ഐ, ക്യാപിറ്റൽ ആർ ഐ. ഈ ആറിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ്. അപ്പോൾ ഓംസ് ലോ പറയുന്നത് എന്താണ്, ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഓംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ആർ ഐ. വി ഈസ് ഈക്വൽ ടു ആർ ഐ. ഇനി എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ഒരു ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫ്ലോയിനെ തടസ്സപ്പെടുത്തുന്നത് എന്തോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റൻസ് എന്ന് പറയാം. വൈദ്യുതിയുടെ പ്രവാഹത്തെ എതിർക്കുന്ന ആ ഒരു ചാലകത്തിൻ്റെ വിശേഷണമാണ് എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഘടകം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇനി റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ എൽ ബൈ എ. റോ എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റിവിറ്റി, ആ കഴിവാണ്, ആ എതിർക്കാനുള്ള കഴിവാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എതിർക്കുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ എതിർക്കാനുള്ള കഴിവാണ് എന്ത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ. റോ എന്ന് പറയുന്നത് എന്താണ്, ആ റെസിസ്റ്റിവിറ്റി ഇൻറ്റു എൽ ബൈ എ. എൽ എന്ന് പറയുന്ന ലെങ്ത്, എ എന്ന് പറയുന്നത് ഏരിയ. അപ്പോൾ ഇതാണ് നമുക്ക് ഓംസ് ലോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. നമ്മൾ ഇന്നലെ കപ്പാസിറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിംഗ് കണ്ടു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, റെസിസ്റ്റേഴ്സിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിംഗ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ പോലെ തന്നെ എന്താണ്, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഗ്രൂപ്പ് ചെയ്യാം. സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഗ്രൂപ്പ് ചെയ്യാം. ഇനി സീരീസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, സീരീസ് ആയിട്ട് ഒന്നായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സീരീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ എസ് എന്ന് പറഞ്ഞ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണത് ഇസ് ഈക്വൽ ടു R1 + R2 + R3, അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കപ്പാസിറ്റർ എങ്ങനെയാണോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുക. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ്, ഇലക്ട്രിക് കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റ്. കപ്പാസിറ്ററിൻ്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ 1/R1 1/C1 1/C2 എന്നായിരുന്നു. റെസിസ്റ്റർ ആകുമ്പോഴോ RS =
R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് അങ്ങനെ എത്ര ഉണ്ടോ അത്ര. ഇനി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക, പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സിൻ്റെ. പാരലൽ ആയിട്ട് എന്താണ്, കപ്പാസിറ്റർ എങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുക. അപ്പോൾ 1/RP പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും. അപ്പം ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ ഗ്രൂപ്പിംഗ് നടത്തുന്നത്, റെസിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിംഗ് നടക്കുന്നത്. ഇനി നമ്മൾ ഓംസ് ലോ പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ക്രിച്ച്ഓഫ് റൂൾ. ക്രിച്ച്ഓഫിൻ്റെ രണ്ട് റൂള് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും. ഇനി ഫസ്റ്റ് റൂൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന എല്ലാ കറൻറ്റുകളും ആ പോയിന്റിൽ നിന്ന് പോകുന്ന എല്ലാ കറൻറ്റുകളും ഈക്വൽ ആയിരിക്കുന്നത്. കറണ്ട് പാസ് ചെയ്യുന്ന ആ ഒരു വഴിയിൽ ഒരു ആ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന എല്ലാ കറൻറ്റുകളും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന എല്ലാ കറൻറ്റുകളും ഈക്വൽ ആയിരിക്കും. അതാണ് ക്രിച്ച്ഓഫിൻ്റെ ഫസ്റ്റ് റൂൾ പറയുന്നത്. It states that the sum of all current directed towards a junction in an electrical network is equal to the sum of all current directed away from the junction. ആ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന എല്ലാ കറൻറ്റുകൾക്കും അവരുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന എല്ലാ കറൻറ്റുകളുടെയും സമ്മ്. അതാണ് ക്രിച്ച്ഓഫിൻ്റെ ഫസ്റ്റ് റൂള് പറയുന്നത്. ഇനി ക്രിച്ച്ഓഫിൻ്റെ സെക്കൻഡ് റൂള് പറയുന്നത്, ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ it tells us that the algebraic sum of the product of the current and the resistance in any closed loop is an electrical network is equal to the algebraic sum of electromotive force acting on the loop. ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ അവിടെയുള്ള കറൻറ്റിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ്, കറൻറ്റ് എത്രയാണോ ഇൻറ്റു എന്താണ് അവിടുത്തെ റെസിസ്റ്റൻസ്, അതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതാണ് ക്രിച്ച്ഓഫിൻ്റെ സെക്കൻഡ് റൂള് പറയുന്നത്. ഒരു അടച്ച നെറ്റ്വർക്കിൽ കറൻറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ തുക ആ ലൂപ്പിലെ EMFൻ്റെ ആകെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇതാണ് ക്രിച്ച്ഓഫിൻ്റെ സെക്കൻഡ് റൂള് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വീസ്റ്റൺ ബ്രിഡ്ജാണ്. അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ പാരലലായിട്ടോ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓംസ് ലോ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ ചെറിയ റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, വളരെ ചെറിയ റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അല്ലെങ്കിൽ സർക്യൂട്ട് ഓൺ അല്ലാത്ത സമയത്തൊന്നും നമുക്ക് റെസിസ്റ്റൻസ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ചെറിയ റെസിസ്റ്റൻസുകൾ പോലും നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് എന്ത് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം അതിന് മെയിനായിട്ടൊരു 4 റെസിസ്റ്റൻസ് ഇങ്ങനെ എന്താ പറയുക, ഒരു ഡയമണ്ട് ഷേപ്പിൽ 4 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മുകളിൽ കണക്ട് ചെയ്തിട്ടുള്ള 2 റെസിസ്റ്റൻസ്, അപ്പോൾ PQRS എന്നാണെങ്കിൽ P/Q =R/S. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ എന്താണ്, അതിലേതെങ്കിലും ഒരെണ്ണം തരാതെ 3 എണ്ണം തന്നിട്ട് ഒരെണ്ണം തരാതെ ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, കാരണം ക്രോസ് ചെയ്തിട്ട് ചെയ്യാം. അതാണ് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ യൂസ് എന്ന് പറയുന്നത്. എന്താണ്, ചെറിയ റെസിസ്റ്റൻസ് പോലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്കിത് വെച്ചിട്ട് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പവർ P = VI, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറൻറ്റ്, പവർ = VI. അപ്പോൾ നമുക്ക് അതിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ P = I²R. വിയിലേക്ക് നമ്മൾ V നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, RI എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ I²R കിട്ടും. അങ്ങനെ പവർ = V²/R, അങ്ങനെ 3 ഇക്വേഷൻ കിട്ടും. അപ്പോൾ
അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ടായിട്ടിരിക്കണം. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇക്വേഷൻസ് ചോദിക്കും, അതല്ലെങ്കിൽ എന്താണ് കണക്കുകളായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ഡിഫൈൻ ഇന്ന സാധനം ഡിഫൈൻ ഇന്നത് പറഞ്ഞിട്ട് ചോദിക്കാം. റൂൾസ് എന്തായാലും ഡിഫൈൻ പോലെ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് ചോദിക്കാവുന്നത്. ഇപ്പോൾ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും റെസിസ്റ്റൻസിൻ്റെ അത് ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മെയിനായിട്ട് കണക്കുകൾ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ ഡിഫൈനായിട്ട് ആ ലോസ് എന്തായാലും ഇമ്പോർട്ടൻസ് ആണ്. ആകെ 3 ലോയുള്ളൂ. ആ ലോയും മസ്റ്റായിട്ട് പഠിക്കണം. ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് I = Q/T. Q എന്ന് പറയുന്ന ചാർജ്, T എന്ന് പറയുന്ന ടൈം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് ആംബെയർ ആണ്. പിന്നെ നമ്മൾ ഓംസ് ലോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കറൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ കളയുമ്പോൾ V = RI. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. അതിന് നമുക്ക് വേറെ ഇക്വേഷൻ കിട്ടി, V/I. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I എന്ന് പറയുന്നത് കറൻറ്റ്. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സിൽ സീരീസും പാരലലും ഉണ്ട്. സീരീസ് എന്ന് പറയുമ്പോൾ RS = R1 + R2 + R3. കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റ്. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ 1/Rp = 1/R1 + 1/R2 + 1/R3. അങ്ങനെ എത്ര ഉണ്ടെങ്കിൽ അത്രയും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്, അതായത് ചെറിയ റെസിസ്റ്റൻസ് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. P/Q = R/S. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തരാതെ ബാക്കി 3 എണ്ണം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പവർ എന്ന് പറയുമ്പോൾ P = VI, അതായത് V എന്ന് പറയുന്നത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും, I എന്ന് പറയുന്നത് കറൻറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ V = IR എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P = I²R. അതേപോലെ തന്നെ P = V²/R. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കൂടെ കിട്ടും. അപ്പോൾ എല്ലാ ഇക്വേഷൻസും നോക്കുക. എല്ലാം ബൈ ഹാർട്ടായിട്ട് ഇക്വേഷൻസായിട്ട് എഴുതാനും പഠിക്കുക. അതേപോലെ കണക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം.